നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വാൽപ്പാറയിൽ പുലി പിടിച്ച 4 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. പാതി ഭക്ഷിച്ച നിലയിൽ ലയത്തിൽ നിന്നും 300 മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. നെടുപുഴ ഗവൺമെന്റ് വിമൻസ് പോളിടെക്നിക് കോളേജിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഏത് ഘട്ടത്തിലും ഏത് സാഹചര്യത്തെയും നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ എടുത്തിട്ടുണ്ടെന്നും മന്ത്രി. നിരവധി യുവതികളെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ യുവാവിനെ വല്ലക്കുന്നിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഒല്ലൂർ സെന്റ് സെബാസ്റ്റ്യൻ റോഡ് ആലപ്പാട്ട് വീട്ടിൽ ചാക്കോയെയാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. വാൽപ്പാറയിൽ പുലി പിടിച്ച 4 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. കുഞ്ഞിന്റെ മൃതദേഹം പാതി ഭക്ഷിച്ച നിലയിലാണ്. ലയത്തിൽ നിന്നും 300 മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കുഞ്ഞിനായി ഇന്നലെ വൈകിട്ട് മുതൽ തെരച്ചിൽ നടത്തിയിരുന്നു. ഇന്ന് രാവിലെ മുതൽ കാട്ടിൽ നടത്തിയ വ്യാപക തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് കുട്ടിയെ പുലി പിടിച്ചത്. വാൽപ്പാറ നഗരത്തോട് ചേർന്നുള്ള പച്ചമല എസ്റ്റേറ്റിലെ തെക്ക് ഡിവിഷനിൽ തോട്ടം തൊഴിലാളിയായ ജാർഖണ്ഡ് സ്വദേശി മനോജ് കുന്ദയുടെ മകൾ റൂസ്നിയെയാണ് വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കെ പുലി പിടിച്ചത്. നെടുപുഴ ഗവൺമെന്റ് വിമൻസ് പോളിടെക്നിക് കോളേജിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മഴക്കാലം നേരിടുന്നതിനായി സർക്കാരും ജില്ലാ ഭരണകൂടങ്ങളും തയ്യാറാണെന്നും ഏത് ഘട്ടത്തിലും ഏത് സാഹചര്യത്തെയും നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ എടുത്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പും റവന്യൂ വകുപ്പും കൂടിയാലോചിച്ച് 5000-ഓളം ക്യാമ്പുകൾക്കുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. നെടുപുഴയിലെ 43, 44 ഡിവിഷനുകളിൽപ്പെട്ട മുല്ലയ്ക്കൽ തുരുത്ത്, മല്ലിത്തറ തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് ഇവിടുത്തെ കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയത്. നിലവിൽ 18 കുടുംബങ്ങളിൽ നിന്നായി 66 പേർ ക്യാമ്പിലുണ്ട്. ക്യാമ്പിൽ കഴിയുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വില്ലേജ് ഓഫീസറെയും തഹസിൽദാറെയും മന്ത്രി ചുമതലപ്പെടുത്തി. വൈദ്യസഹായം ആവശ്യമുള്ളവർക്ക് ചികിത്സാ സഹായം നൽകുന്നതിനായി ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കൗൺസിലർമാരായ ദിനേശ് തയ്യിൽ, AR രാഹുൽനാഥ്, ADM ടി മുരളി, വില്ലേജ് ഓഫീസർ KV വനിത, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ജില്ലാ ഭരണകൂടങ്ങളെ തയ്യാറാക്കിക്കൊണ്ട് ഏത് ഘട്ടത്തിലും ഏത് സാഹചര്യത്തെയും നേരിടാൻ കഴിയുന്ന വിധത്തിലുള്ള തയ്യാറെടുപ്പ് നടന്നിട്ടുണ്ട്. ഇത്തവണ മൺസൂൺ നേരത്തെ വന്നിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെല്ലാം മുമ്പിലുണ്ടെങ്കിലും നമ്മുടെ തെക്കൻ ഗുജറാത്തിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചക്രവാത ചുഴിയാണ് ഇപ്പോൾ ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിച്ച് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ അറിയിച്ചിരുന്നു. അതനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ പോകുന്നു. ഇന്നത്തോടു കൂടി ഒരു ചെറിയ ഒഴിവ് മഴയ്ക്കുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. എത്ര ക്യാമ്പുകൾ? 48 ക്യാമ്പുകളിലായി 279 കുടുംബങ്ങളാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പുകളിലായിട്ട് ഉണ്ട് എന്ന് പറയുന്നത്. 48 കുടുംബങ്ങളിലായി 279 കുടുംബങ്ങളിലായി 812 അംഗങ്ങൾ ഇപ്പോൾ നമ്മുടെ വിവിധ ക്യാമ്പുകളിലായി താമസിക്കുന്നുണ്ട്. മീഡിയ ടൈം, തൃശൂർ. നിരവധി യുവതികളെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ യുവാവിനെ ആളൂർ പോലീസ് വല്ലക്കുന്നിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ജൂൺ 14-നാണ് വല്ലക്കുന്നിൽ വെച്ച് യുവതിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഒല്ലൂർ സെന്റ് സെബാസ്റ്റ്യൻ റോഡ് സ്വദേശി ആലപ്പാട്ട് വീട്ടിൽ 31 വയസ്സുള്ള ചാക്കോ അറസ്റ്റിലായത്. പഠനാവശ്യത്തിനായി എറണാകുളത്ത് പോയി തിരിച്ചു വന്ന യുവതി ബസ്സിറങ്ങി വീട്ടിലേക്ക് പോകവെ കാറിൽ ബലമായി കയറ്റുകയായിരുന്നു. കാർ വേഗത കുറഞ്ഞ സമയത്ത് ഇയാളെ തിരിച്ചാക്രമിച്ച് യുവതി കാറിന്റെ വാതിൽ തുറന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് രക്ഷപ്പെട്ട യുവതി വീട്ടുകാരോടൊപ്പം ആളൂർ സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു. അന്നേ ദിവസം തന്നെ എറണാകുളം ചെങ്ങമനാട് വെച്ച് ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകാനും ഇയാൾ ശ്രമിച്ചിരുന്നു. DYSP KG സുരേഷിന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പ്രതിയെ ആലുവയിൽ നിന്നും പിടികൂടി. പിന്നീട് ഈ വാർത്തകൾ വന്നതിന് പിന്നാലെ നെടുമ്പാശ്ശേരിയിലും ജൂൺ 12-ന് സമാന രീതിയിൽ ഒരു സ്ത്രീയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി പീഡനത്തിന് ശ്രമിച്ചത് ഇയാൾ തന്നെയാണെന്ന് സ്ത്രീ തിരിച്ചറിഞ്ഞു. നെടുമ്പാശ്ശേരിയിൽ മകളെ സ്കൂളിലാക്കി മടങ്ങുകയായിരുന്ന വീട്ടമ്മയെ ചാക്കോ കാറിലെത്തി തടഞ്ഞു നിർത്തി. തുടർന്ന് ചില സംശയങ്ങൾ ചോദിച്ച ശേഷം വീട്ടമ്മയെ ബലമായി കാറിൽ കയറ്റാൻ ശ്രമിച്ചു. വീട്ടമ്മ എതിർത്ത് പ്രകടിപ്പിച്ചതോടെ ഇയാൾ കൈകൊണ്ട് വലിച്ചിഴച്ച് ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ശക്തമായ എതിർപ്പിനെ തുടർന്ന് സ്ഥലം വിട്ടു. CCTV ദൃശ്യങ്ങളും ടവർ ലൊക്കേഷനും പരിശോധിച്ചാണ് പോലീസ് പ്രതി ചാക്കോ ആലപ്പാട്ട് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചത്. മീഡിയ ടൈം, ആളൂർ.
കഥകളി ആചാര്യൻ പൊയ്യ ശിവനാശാന്റെ ദേഹവിയോഗത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. അനുസ്മരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ജീവിതം വ്രതമാക്കി മാറ്റിയ, അതിനുവേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായ, എല്ലാം ത്യജിക്കാൻ തയ്യാറായ അദ്ദേഹത്തെ നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് സാധാരണ ഒരു ശിവരാമൻ നഷ്ടപ്പെടില്ല. സാധാരണ ഒരു ശിവരാമനല്ല, 1000 കരുത്തുള്ള 1000 വെച്ച് ചേർക്കാൻ കഴിയുന്ന ചൈതന്യ ധനനായ, കഥകളിയെ ജീവിത വ്രതമാക്കി മാറ്റിയ, സബരിയാക്കി മാറ്റിയ, നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഇത്തരം ഒരു പരിപാടി തൃശ്ശൂരിന്റെ സാംസ്കാരിക തലസ്ഥാനം, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം വള്ളത്തോളിന്റെ അവിടെയോ സാഹിത്യ അക്കാദമിയിലോ സംഗീത നാടക അക്കാദമിയിലോ നഗര ഹൃദയങ്ങളിലോ വേണ്ടത്ര വാർത്താ പ്രാധാന്യം. ഇപ്പൊ നാളെ ശിവരാമന്റെ മരണത്തെ സംബന്ധിച്ച് ഏതെങ്കിലും ചില പത്രങ്ങളിൽ വാർത്ത വന്നാലായി എന്നേ ഉള്ളൂ. പഞ്ചായത്ത് മെമ്പർ വിജീഷ് അധ്യക്ഷത വഹിച്ചു. വി ആർ സുനിൽകുമാർ MLA, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ കുട്ടൻ, പി കെ കിട്ടൻ, സാബു കൈതാരൻ, വക്കച്ചൻ അമ്പൂക്കൻ, രാജേഷ് മോഹൻ, വി എസ് ലക്ഷ്മണൻ, ആണ്ടവൻ തോപ്പിൽ, സി ആർ പുരുഷോത്തമൻ, കെ പി രാമകൃഷ്ണൻ, സുജൻ പൂപ്പത്തി, എ കെ രവീന്ദ്രൻ, സുബ്രഹ്മണ്യൻ, സി കെ പ്രദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. CPI കയ്പമംഗലം മണ്ഡലം സമ്മേളനത്തിന് മതിലകത്ത് തുടക്കമായി. CPI സംസ്ഥാന കൗൺസിൽ അംഗവും മുൻ മന്ത്രിയുമായ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 100 സ്മൃതി ജാഥകൾ ഇവിടെ ഒന്നിച്ചു വന്ന് അതിമനോഹരമായ വിപ്ലവകാലത്തിൻ്റെ അകമ്പടിയോടുകൂടി അത് വാനിൽ ഉയർത്തിയതോടുകൂടിയാണ് നമ്മുടെ 100ാം വാർഷികാഘോഷ പരിപാടി ജന്മശതാബ്ദി സമ്മേളനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഇന്നത്തെ ഈ ജന്മശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ സമുന്നത നേതാവും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന പന്നിയ രവീന്ദ്രനാണ്. അദ്ദേഹം പെട്ടെന്ന് മുളിമുറിയിൽ അദ്ദേഹത്തിനൊരു പെട്ടെന്നൊരു തലകറക്കമുണ്ടായി വഴുതി വീണതിനെ തുടർന്ന് ഡോക്ടർമാർ അദ്ദേഹത്തോട് കർശനമായിട്ടും വിശ്രമം നടത്തണം എന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പൊതുപരിപാടികളെല്ലാം മാറ്റിവെച്ചപ്പോൾ നമ്മുടെ പരിപാടിയിലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റാതെ വന്നിരിക്കുകയാണ്. സംഘാടക സമിതി ചെയർമാൻ ഇ ടി ടൈസൺ മാസ്റ്റർ MLA അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി കെ സുധീഷ്, കെ എസ് ജയ, CPI മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ്, അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ, വി എ കൊച്ചുമൊയ്തി, ടി എൻ തിലകൻ, വി എസ് കൃഷ്ണകുമാർ, സോമൻ താമരക്കുളം, മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി ഗീത പ്രസാദ്, പ്രസിഡന്റ് സുവർണ ജയശങ്കർ, AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ അഖിലേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. SSKയെ തകർക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ പോരാടുക, തടഞ്ഞുവെച്ച കേന്ദ്രവിഹിതം ഉടൻ അനുവദിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് KSTA കൊടുങ്ങല്ലൂർ ഉപജില്ല പ്രക്ഷോഭം സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പ്രവർത്തക സമിതി അംഗം CC സിംല ഉദ്ഘാടനം ചെയ്തു. KSTA കൊടുങ്ങല്ലൂർ ഉപജില്ലാ പ്രസിഡന്റ് OS ഷൈൻ അധ്യക്ഷത വഹിച്ചു. മേഖലയിലും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഇന്ത്യക്ക് മാതൃകയായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളം ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി കേരള മോഡൽ വികസനം എന്ന രീതിയിൽ ഉയർന്നു വന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് 1957 EMS ഗവൺമെൻറ് അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ലും അതിനെ തുടർന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അടക്കം കിട്ടിയ വിദ്യാഭ്യാസപരമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് എന്ന് തന്നെ തീർത്ത് പറയാവുന്നതാണ്. അതിനെ തുടർന്ന് വന്ന നമ്മളുടെ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ പ്രത്യേകിച്ചും ഇടതുപക്ഷ ഗവൺമെന്റുകൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവാത്മകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PM മോഹൻരാജ്, അജിത പടാരിൽ, ഉപജില്ലാ സെക്രട്ടറി M അഖിലേഷ്, ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി പൗർണമി വിനോദ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വാൽപ്പാറയിൽ പുലി പിടിച്ച 4 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. പാതി ഭക്ഷിച്ച നിലയിൽ ലയത്തിൽ നിന്നും 300 മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത്.
നെടുപുഴ ഗവൺമെന്റ് വിമൻസ് പോളിടെക്നിക് കോളേജിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഏത് ഘട്ടത്തിലും ഏത് സാഹചര്യത്തെയും നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ എടുത്തിട്ടുണ്ടെന്നും മന്ത്രി. നിരവധി യുവതികളെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ യുവാവിനെ വല്ലക്കുന്നിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഒല്ലൂർ സെന്റ് സെബാസ്റ്റ്യൻ റോഡ് ആലപ്പാട്ട് വീട്ടിൽ ചാക്കോയെയാണ് അറസ്റ്റിലായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.